ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറും 4 ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അപ്പുറത്ത് സ്റ്റൗവിൽ തന്നെ വേറൊരു പാൻ വെച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓണാക്കി മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസും മെൽറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ ചൈന ഗ്രാസ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ എത്ര അളവ് പാലിലേക്കാണ് നമ്മൾ എത്ര അളവ് ചൈന ഗ്രാസ് ചേർക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള അളവ് തന്നെ നമ്മൾ മുന്നേ ഉള്ള പുഡിങ്ങിൻ്റെ റെസിപ്പീസിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെയുള്ള പുഡിങ് റെസിപ്പീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എത്രയാണ് അളവ് എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പാൽ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതുപോലെ ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് ചൂടായി തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫ്ലേവർ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോഫി പൗഡറൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ പുഡിങ് ഡിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ചൈന ഗ്രാസിൻ്റെ അലിയാതെ കിടക്കുന്ന ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. അത് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മുകൾ ഭാഗം ഒന്ന് സെറ്റായതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിലേക്ക് താഴ്ന്നു പോവും. ഇപ്പോൾ നമ്മുടെ പുഡിങ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇതുപോലെ മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാവാനുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോഫി പുഡിങ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്